ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്, എപ്പോഴും ചർച്ചയാവാറുണ്ട്. ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സിലിഗുരി ഇടനാഴിയിൽ വളരെ തന്ത്രപരമായ ചില പദ്ധതികൾ ഇന്ത്യ നടപ്പിലാക്കുകയാണ്. ആ പദ്ധതികളെ കുറിച്ചുള്ള വാർത്തകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുമുണ്ട്. അതിനു മുമ്പ് സിലിഗുരി ഇടനാഴി എന്താണെന്ന് ഇപ്പോഴും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഇന്ത്യയുടെ പശ്ചിമ ബംഗാളിലെ സിലിഗുരി നഗരത്തിന് ചുറ്റുമുള്ള ഒരു ഭൂപ്രദേശമാണ് ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ സിലിഗുരി കോറിഡോർ. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ ജിയോ ഇക്കണോമിക് ഇടനാഴി ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മെയിൻ ലാൻഡുമായും മറ്റ് പ്രദേശങ്ങളുമായും ബന്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഈ ഇടനാഴിയുടെ ഒരു വശത്ത് നേപ്പാളും മറുഭാഗത്ത് ബംഗ്ലാദേശും സ്ഥിതി ചെയ്യുന്നു. ഇടനാഴിയുടെ വടക്കേ അറ്റത്ത് ഭൂട്ടാൻ രാജ്യവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ നമ്മുടെ സിക്കിമാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ സിക്കിം എന്ന് പറയുന്നത് 1975 വരെ ഒരു രാജ്യമായിരുന്നു. 1975 ഇന്ത്യൻ യൂണിയനിൽ സിക്കിം ലയിക്കുന്നത്. എന്നിരുന്നാലും നമുക്കറിയാവുന്ന പോലെ സിലിഗുരി കോറിഡോറിൽ നിന്ന് ചൈനീസ് അതിർത്തിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും സെക്യൂരിറ്റി പരമായി നോക്കിക്കഴിഞ്ഞാൽ നിർണായകമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ സിലിഗുരി ഏരിയ എന്ന് പറയുന്നത്. കാരണം ഒരു വശത്ത് കുറച്ചപ്പുറത്തായിട്ട് ചൈനയുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നേപ്പാൾ, ഒരു ഭാഗത്ത് നമ്മുടെ ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിൽ വിഘടനവാദികൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഇന്ത്യ ഇവിടെ 7 സിസ്റ്റേഴ്സിനെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. ചൈനയ്ക്ക് അരുണാചൽ പ്രദേശിലും നമ്മുടെ സിക്കിമിലുമൊക്കെ നോട്ടമുണ്ട്. അപ്പോൾ ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു റീജിയൺ ആയിട്ട് മാറുകയാണ്. അവിടെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ദീർഘവീക്ഷണത്തോടെ ഈ ഒരു ഇടനാഴിയിൽ പല പദ്ധതികളും കൊണ്ടുവരുന്നത്. പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതും വളരെ രഹസ്യ സ്വഭാവമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതുമായ നിരവധി പ്രോജക്റ്റുകൾ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകർ കണ്ടു കാണും. ഈ പ്രദേശത്ത് ഭൂഗർഭ റെയിൽവേ തുരങ്കം നിർമ്മിക്കുവാനുള്ള വലിയ പദ്ധതിയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. 2026 തുടക്കത്തിൽ ഈ പദ്ധതി വെറുമൊരു നിർദ്ദേശം എന്ന നിലയിൽ നിന്ന് മാറി കേന്ദ്ര ബജറ്റിലെ ഒരു സുപ്രധാന തന്ത്രപ്രധാന മുൻഗണനയായിട്ട് മാറിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് ഇങ്ങനൊരു ഭൂഗർഭ തുരങ്കം നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് സൈനിക നീക്കങ്ങൾക്കും അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളുടെ കണ്ണിൽ പെടാത്ത ഒരു സുരക്ഷിതമായ ഒരു ഗതാഗത മാർഗം എന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെ വികസിപ്പിച്ചെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഉപരിതലത്തിലൂടെയുള്ള റെയിൽവേ ട്രാക്കുകൾ ഉപഗ്രഹ നിരീക്ഷണങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും പെട്ടെന്ന് വിധേയമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ യുദ്ധസമയങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നമ്മൾ ഭൂമിക്കടിയിലൂടെ വളരെ സുരക്ഷിതമായ ഒരു ഭൂഗർഭ പാതയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഒഫീഷ്യലായിട്ടൊന്നും നമുക്കറിയില്ല. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെയായിരിക്കും പദ്ധതി മുന്നോട്ട് പോവുക. ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട് എന്ന കാര്യം ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 35.76 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ നീളമുള്ള ഒരു തുരങ്ക പാതയായിരിക്കും നിർമ്മിക്കുക. ഇതിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആഴമെന്ന് പറയുന്നത് 20 മീറ്റർ മുതൽ 24 മീറ്റർ വരെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. സാധാരണ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും ശത്രുക്കളുടെ കണ്ടെത്തലുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഇത് സഹായിക്കും. തുരങ്കത്തിനുള്ളിൽ പുതിയ ട്രാക്കുകൾ വരുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള ഉപരിതല ട്രാക്കുകൾ 4 വരി പാതയായിട്ട് മുകളിൽ വികസിപ്പിക്കുന്നുമുണ്ട്. ഇതോടെ ഈ ഇടനാഴിയിലൂടെ ആകെ 6 ലൈനുകൾ, 4 ഉപരിതലത്തിലും 2 ഭൂഗർഭത്തിലും ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ടാങ്കുകൾ, മിസൈൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭാരമേറിയ സൈനിക ഉപകരണങ്ങൾ ഇവയൊക്കെ തന്നെ വേഗത്തിൽ നീക്കാൻ സാധിക്കുന്ന തരത്തിൽ 25 ടൺ ആക്സിൽ ലോഡ് താങ്ങാൻ ശേഷിയുള്ള ട്രാക്കുകളായിരിക്കും ഇവിടെ സജ്ജീകരിക്കുക. മാത്രമല്ല സമീപത്തുള്ള വ്യോമസേനാ താവളങ്ങളും ആർമി ക്യാമ്പുകൾക്കുമായിട്ടൊക്കെ തന്നെ അടുത്തായിട്ട് കണക്ടിവിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു റൂട്ട് നിശ്ചയിച്ചിരിക്കുക. ഇതിലൂടെ സൈന്യത്തെ അതിവേഗം വിന്യസിക്കാൻ സാധിക്കുകയും ചെയ്യും. 2024 25 ഈ മേഖലയിലുണ്ടായ ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇങ്ങനെ ഒരു പദ്ധതിയുടെ അടിയന്തരമായ ആവശ്യത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ഗതാഗത മാർഗം ഭൂമിക്കടിയിലൂടെ ആക്കുന്നതിലൂടെ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്നും ഇന്ത്യ തങ്ങളുടെ ഏറ്റവും നിർണായകമായ ഈ ഭൂപ്രദേശത്തെ സുരക്ഷിതമാക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ ഭൂമിയുടെ മുകളിൽ കൂടി മാത്രമല്ല
ഭൂമിക്കടിയിലൂടെയും കൂടി കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ചൈനയുടെ ചുംബി വാലിക്കെതിരെയുള്ള ഒരു അദൃശ്യപാത എന്ന നിലയ്ക്ക് കൂടിയാണ് ഇന്ത്യയുടെ ഈ പ്രോജക്റ്റ്. സിക്കിമിനും ഭൂട്ടാനും ഇടയിലുള്ള സിലിഗുരി ഇടനാഴിക്ക് നേരെ നീളുന്ന കത്തിയുടെ ആകൃതിയിലുള്ള ചുംബി വാലിയിൽ നിന്നാണ് ഏറ്റവും വലിയ ഭീഷണി ഉയരുന്നത്. ഡോഗ്ലാം പീഠഭൂമിയിലുള്ള ചൈനീസ് പീരങ്കികൾക്കും ദീർഘദൂര മിസൈലുകൾക്കും സിലിഗുരിയിലെ ഉപരിതല റെയിൽവേ ലൈനുകളെയും പാലങ്ങളെയും എളുപ്പത്തിൽ നിരീക്ഷിക്കാനും തകർക്കാനും സാധിക്കും. ചൈനയും ഒരു സ്പേസ് പവറാണ്. സാറ്റലൈറ്റ് സംവിധാനങ്ങളിലൂടെ നിരീക്ഷണങ്ങളും നടത്താൻ അവർക്ക് കഴിയും. എന്നാൽ ഇന്ത്യ ഭൂഗർഭ പാത സൃഷ്ടിക്കുന്നതിലൂടെ ചൈനയുടെ ഇത്തരം ശ്രമങ്ങൾ അവിടെ വിലപ്പോകില്ല. റെയിൽവേ ലൈൻ 20 മുതൽ 24 മീറ്റർ ഭൂമിക്കടിയിലേക്ക് മാറ്റുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ സൈനിക നീക്കങ്ങളെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അദൃശ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഉപഗ്രഹങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒന്നിനെ ലക്ഷ്യം വയ്ക്കുക അസാധ്യമാണ്. കൂടാതെ തുറസായ സ്ഥലത്തെ പാലങ്ങളെക്കാളും ട്രാക്കുകളെക്കാളും തകർക്കാൻ പ്രയാസമുള്ളവയാണ് ആഴത്തിലുള്ള തുരങ്കങ്ങൾ. ഇത് മാത്രമല്ല, ഇന്ത്യ ഇങ്ങനൊരു നീക്കം നടത്തുന്നതിന്റെ പുറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. സിലിഗുരിയിൽ നിന്ന് വെറും 135 കിലോമീറ്റർ അകലെയുള്ള ബംഗ്ലാദേശിലെ ലാൻഡ് മോനിർ ഹട്ട് എയർബേസ് സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ മുഹമ്മദ് യൂനിസിന്റെ സമയത്ത് നടക്കുകയുണ്ടായി. ഈ താവളം ചൈനീസ് നിർമ്മിത നിരീക്ഷണ ഡ്രോണുകൾക്കോ ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റുകൾക്കോ വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ സിലിഗുരിയിലൂടെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ 24 മണിക്കൂറും നിരീക്ഷണത്തിലാകും. അതുകൊണ്ട് തന്നെ ഇതിനെയും നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും അവർ ബീജിങ്ങിനോട് കൂടുതൽ അടുക്കുകയും ചെയ്താലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആരുടെയും നിരീക്ഷണത്തെയോ അയൽ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെയോ ആശ്രയിക്കാതെ സുരക്ഷിതമായി തന്നെ തുടരുമെന്ന് ഈ തുരങ്കമാണ് ഉറപ്പാക്കാൻ പോകുന്നത്. ഒരു പൂർണ്ണ യുദ്ധമുണ്ടായാൽ ചൈന ഈ ഇടനാഴി മുറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അട്ടിമറിക്കാർ പ്രധാന പാലങ്ങൾ തകർക്കാനോ സാധ്യതയുണ്ട് എന്ന് സൈനിക വിദഗ്ധർ പണ്ടേ തന്നെ ആശങ്കപ്പെട്ടിരുന്നു. ഇന്ത്യ വെറുമൊരു തുരങ്കം മാത്രമല്ല നിർമ്മിക്കുന്നത്. നിലവിലുള്ള ഉപരിതല ട്രാക്കുകൾ 4 വരി പാതയാക്കി മാറ്റുന്നതിനോടൊപ്പം തുരങ്കത്തിനുള്ളിൽ 2 വരികൾ അധികമായി കൂടി നിർമ്മിക്കുകയാണ്. കനത്ത സൈനിക സന്നാഹങ്ങളുടെ നീക്കം നടന്നാലും ഇന്ത്യക്ക് അനായാസം കാര്യങ്ങൾ നീക്കാൻ കഴിയും. 25 ടൺ ആക്സിൽ ലോഡ് ശേഷിയിലുള്ള ഈ തുരങ്കം യാതൊരു തരത്തിലുള്ള സൈനിക നീക്കങ്ങളെയും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഭാവിയിൽ ലോകത്തൊരു കുഞ്ഞുപോലും അറിയാതെ T-90 ടാങ്കുകളെയോ യുദ്ധവിമാനങ്ങളെയോ S-400നെയോ ആകാശ് മിസൈൽ ബാറ്ററികളെയോ നമുക്കിതിലൂടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിലേക്ക് എത്തിക്കാൻ കഴിയും. ഇനി ഈ ഒരു പ്രോജക്റ്റ് സത്യത്തിൽ വളരെ വൈകിപ്പോയി എന്നതാണ് മറ്റൊരു കാര്യം. 1971 ശേഷം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിഹരിക്കേണ്ടിയിരുന്ന സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഈ പ്രോജക്റ്റിനെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അടുത്തിടെ നിരീക്ഷിച്ചത്. 2026ഓടെ ഇന്ത്യ തങ്ങളുടെ ദുർബലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ചിക്കൻ സ്നെക്കിനെ ഒരു ആന തുമ്പിക്കൈ പോലെ കരുത്തുറ്റതാക്കി മാറ്റുകയാണ് ചെയ്യാൻ പോകുന്നത്. വടക്കുകിഴക്കൻ ഇന്ത്യയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒരിക്കലും ഒറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്ന ഒരു പ്രതിരോധ കോട്ട കൂടിയാണ് തത്വത്തിൽ ഇന്ത്യ ഇവിടെ പണിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.